നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് ബസ് യാത്ര എന്നത് നമുക്ക് ജീവൻ പണയം വെച്ചുള്ള ഒരു മരണപ്പാച്ചിൽ തന്നെയാണ്. സ്വകാര്യ ബസ് ഓടുന്ന അതേ റൂട്ടിലൂടെ അതേ സമയത്ത് KSRTC ബസ്സോ മറ്റ് സ്വകാര്യ ബസ്സോ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കണ്ണടച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുക, എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ തന്നെ സമാധാനം. ഈ മത്സരയോട്ടം എത്രയധികം സാധുക്കളുടെ ജീവനെടുത്തു, എത്ര പേരെ ജീവിതാവസാനം വരെ കിടപ്പിലാക്കി, എത്രയധികം ആളുകളെ അംഗവൈകല്യമുള്ളവരാക്കി മാറ്റി. പ്രധാനമായും സംഭവിക്കുന്ന അപകടങ്ങളിൽ എടുത്തു നോക്കിയാൽ ഭൂരിഭാഗവും ബസ് ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നു എന്നത് കൂടുതൽ ഭയപ്പെടുത്തുന്നു. എന്തായാലും മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന സാഹസികതയ്ക്ക് ഇനി തിരശീല വീഴുകയാണ്. KSRTCയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ അതേ ശക്തിയോടെ തന്നെ സ്വകാര്യ ബസ്സുകളിലും നടപ്പിലാക്കുമെന്നത് സ്വകാര്യ ബസ് യാത്രക്കാർക്ക് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലും വാഹനമോടുന്ന വഴിയിലുമെല്ലാം പരിശോധന ഇനി ശക്തമാക്കും. ഡ്രൈവർമാർ മദ്യപിച്ചു എന്ന് തെളിഞ്ഞാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കും. തുടർന്ന് ഡ്രൈവർമാർക്ക് പിഴ ഈടാക്കും. ഒന്നിൽ കൂടുതൽ തവണ ഈ തെറ്റ് പിടിക്കപ്പെട്ടാൽ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടും. കോവിഡ് സമയത്ത് വളരെ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു മേഖലയായിരുന്നു ഇത്. പഴയ കാലത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ 5 ജീവനക്കാരിലധികം ഉണ്ടായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം ഇത് കേവലം 2 തന്നെ ചുരുങ്ങി. ഈ മേഖല നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണവും. എങ്കിലും നിരവധി ആളുകളുടെ ജീവന്റെ സംരക്ഷകർ തന്നെയാണ് നമ്മുടെ ബസ് ഡ്രൈവർമാർ. വലിയ ഉത്തരവാദിത്വമുള്ള തൊഴിൽ തന്നെ. എന്നാൽ മദ്യപിച്ച് ബോധമില്ലാതെ മത്സരയോട്ടമോടി റോഡും വഴിയാത്രക്കാരെയും കാണാൻ കഴിയാത്ത വിധത്തിൽ ബോധം നഷ്ടപ്പെട്ടുള്ള ഡ്രൈവിംഗ് അവസാനിപ്പിക്കുക തന്നെ വേണം. KSRTCയിൽ ചെക്കിംഗ് കർശനമാക്കിയപ്പോൾ കൂടുതൽ പേരെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന രീതിയിൽ പിടികൂടിയത്. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു മിതമായ ഇളവുകളും അനുവദിക്കേണ്ടതില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ എല്ലാ ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയത്. KSRTCയിലെ ഡ്രൈവർമാർ മദ്യപിച്ചു പിടിക്കപ്പെട്ടാൽ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത വിധമുള്ള സസ്പെൻഷനാണ് ഉണ്ടാവുക. അത് 3 മാസം വരെ നീളുകയും ചെയ്യും. സ്വകാര്യ ബസ്സുകളിൽ ആണെങ്കിൽ റൂട്ട് റദ്ദ് ചെയ്യുകയും പിഴ ഈടാക്കുകയും തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് ലൈസൻസ് വരെ നഷ്ടമാകുന്ന രീതിയിലാണ് നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളം വളരെ ആഹ്ലാദത്തോടെയും സമാധാനത്തോടെയുമാണ് ഇരുകൈകളും നീട്ടി സ്വീകരിച്ചത്. ജീവൻ കയ്യിൽ പിടിച്ച് വാഹനങ്ങളിൽ ഇരിക്കേണ്ട അവസ്ഥ മാറി ബസ്സിൽ നിന്നും കേൾക്കുന്ന പാട്ടൊക്കെ ആസ്വദിച്ച് മനസ്സമാധാനത്തോടെ യാത്ര ചെയ്യാമല്ലോ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.